ഉത്തരം നക്ഷത്രക്കാർക്ക് 2024 ഫലങ്ങൾ എപ്രകാരമായിരിക്കുന്നുവെന്ന് നോക്കാം. ഉത്തരത്തിൻ്റെ ആദ്യ കാൽഭാഗം ചിങ്ങക്കൂറിലും ഒടുവിലുള്ള മുക്കാൽ ഭാഗം കന്നിക്കൂറിലുമാണ് വരുന്നത്. പൊതുവെ ഈ വർഷാരംഭം നല്ല രീതിയിലായിരിക്കും. അനുകൂലമായ മാറ്റങ്ങൾ പലതും അനുഭവപ്പെടുന്നതാണ്. ജീവിതത്തിൽ സുപ്രധാന നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും. മനസ്സിൽ ആഗ്രഹിക്കുന്ന രീതിയിൽ പല കാര്യങ്ങളും വന്നു ചേരുന്നതായിട്ട് കാണുന്നുണ്ട്. പുതിയ ജോലിക്ക് വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് അധികം വൈകാതെ അതിനുള്ള അവസരം ലഭിക്കും. നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നല്ല ജോലിയിൽ പ്രവേശിക്കുവാൻ നിങ്ങൾക്ക് സന്ദർഭമുണ്ടാകുന്നതാണ്. ദീർഘകാലമായിട്ട് മനസ്സിൽ ആഗ്രഹിക്കുന്ന ലക്ഷ്യങ്ങൾ പലതും കൈവരിക്കാനും സാധിക്കും. വിദേശ രാജ്യങ്ങളിലേക്ക് ജോലിക്ക് പോകാൻ ശ്രമിക്കുന്നവർക്ക് അത് സാധ്യമായി തീരുന്നതാണ്. ശ്രദ്ധാപൂർവം ശ്രമിക്കുക. അന്യദേശങ്ങളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർ, പ്രത്യേകിച്ച് IT ബിസിനസ് മേഖലകളിലൊക്കെ ജോലി ചെയ്യുന്നവർ കൂടുതൽ സൂക്ഷ്മത പാലിക്കേണ്ട ഒരു ഘട്ടം കാണുന്നുണ്ട്. നിങ്ങളുടെ അശ്രദ്ധയും ആലോചനക്കുറവും കാരണം നിങ്ങളുടെ കർമ്മരംഗത്ത് പോരായ്മകൾ ഉണ്ടായേക്കാം. അത് നിങ്ങളുടെ തൊഴിലിനെ തന്നെ പ്രതികൂലമായിട്ട് ബാധിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാം. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചെല്ലാം ചെയ്യുക. കുട്ടികൾക്ക് പഠനകാര്യങ്ങളിൽ ഉദ്ദേശിക്കുന്നത്ര നല്ല രീതിയിൽ മുമ്പോട്ട് പോകാൻ കഴിയണമെന്നില്ല. അതിനാൽ കൂടുതൽ ജാഗ്രതയോടെയും ശ്രദ്ധയോടെയും ശ്രമം തുടരുക. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പഠന സംബന്ധമായിട്ടുള്ള എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും ഏകാഗ്രതയോടുകൂടി പരിശ്രമം കൊണ്ട് തരണം ചെയ്ത് ഈ വർഷം മുമ്പോട്ട് പോകുന്നതിനനുസരിച്ച് കാര്യങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തി നല്ല നിലയിലേക്ക് എത്തിച്ചേരാൻ അവസരമുണ്ടാകും. കുടുംബത്തിൽ പൊതുവെ സ്വസ്ഥതയും സന്തോഷവും നിലനിൽക്കുന്നതാണ്. ഗൃഹനിർമ്മാണം നടത്തുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് തുടങ്ങുവാൻ ഈ വർഷാരംഭം തന്നെ കഴിയുന്നതാണ്. അധികം വൈകാതെ അത് പൂർത്തീകരിക്കുവാനും സാധിക്കും. പാഴ്ചെലവുകൾ ഒഴിവാക്കാനായിട്ട് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട നല്ല മാറ്റങ്ങളുടേതായ ഒരു കാലഘട്ടമാണ് ഈ വർഷം. അപ്പോൾ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് വേണ്ട രീതിയിൽ ചെയ്ത് മുമ്പോട്ട് പോവുക. കൂടുതൽ സൂക്ഷ്മവും വ്യക്തിപരവുമായിട്ടുള്ള വിശദമായ വിവരങ്ങൾ അറിയുന്നതിന് സമഗ്രമായി രാശി വിചിന്തനം ചെയ്ത് ഉചിതമായ പ്രതിവിധികളൊക്കെ ചെയ്ത് മുമ്പോട്ട് പോകേണ്ടതാണ്. നമ്മൾ വാർഷിക ഫലങ്ങൾ, പ്രധാനപ്പെട്ട വിഷുഫലം, പുതുവത്സര ഫലങ്ങൾ, ഇങ്ങനെയുള്ള ജ്യോതിഷ ഫലങ്ങൾ നിരൂപണം ചെയ്യുമ്പോൾ ദീർഘകാലം ഒരു രാശിയിൽ തുടരുന്ന വ്യാഴം, ശനി തുടങ്ങിയ ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ചാണ് കൂടുതലും നിർണയങ്ങൾ എടുക്കുക. ശനിയും വ്യാഴവും രാഹു കേതുക്കളുമാണ് ഗ്രഹങ്ങളിൽ ഏറ്റവും കൂടുതൽ കാലം ഒരു രാശിയിൽ നിൽക്കുന്നത്. ശനി ശരാശരി 2.5 വർഷക്കാലവും വ്യാഴം ശരാശരി 1 വർഷക്കാലവും രാഹുകേതുക്കൾ ശരാശരി 1.5 വർഷക്കാലവും ഒരു രാശിയിൽ തുടരുന്നതാണ്. വർഷം ആരംഭിക്കുമ്പോൾ വ്യാഴം മേടം രാശിയിൽ രാഹുവുമായിട്ട് യോഗം ചെയ്ത് സ്ഥിതി ചെയ്യുന്ന അവസ്ഥയായിരുന്നു. ഈ 1199 ആരംഭകാലത്ത്. ഒക്ടോബർ 30 രാഹു
മേടൻ രാശിയിൽ നിന്നും മീനം രാശിയിലേക്ക് പ്രവേശിക്കുന്നതാണ്. അപ്പോൾ ജനുവരിയുടെ ആരംഭത്തിൽ മേടം രാശിയിൽ വ്യാഴവും മീനം രാശിയിൽ രാഹു, കുംഭരാശിയിൽ ശനി, കന്നി രാശിയിൽ കേതു. ഇതാണ് ഗ്രഹസ്ഥിതി.